അപ്പോൾ ഇന്നൊരു പഴംപൊരി ആയല്ലോ. എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. നമുക്കിവിടെ നല്ല റോബസ്റ്റ് പഴമാണ് കിട്ടുള്ളൂ. നമുക്ക് നാട്ടിൽ സാധാരണ നേന്ത്രപ്പഴം വെച്ചിട്ടല്ലേ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അവിടുത്തെ കില്ലാത്തതുകൊണ്ട് നമുക്കിത് ഇവിടെ റോബസ്റ്റ് പഴമാണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ മഞ്ഞ കളറാണുള്ളത്. നാട്ടിൽ റോബസ്റ്റ് പഴം പച്ച കളറാണ്. പക്ഷേ ഇത് റോബസ്റ്റ് പഴമാണ്. നമ്മളിപ്പോൾ കിട്ടിയത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനത് മിക്സ് റെഡിയാക്കാണ് കേട്ടോ. ആദ്യം മൈദപ്പൊടിയാണ് ഞാൻ കുറച്ചിടുന്നത്. എനിക്കിങ്ങനെ അളവ് കണക്കൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എത്ര പാകത്തിന് വേണോ അങ്ങനെ ഇട്ടുന്നതാണ് ഞാൻ ഉണ്ടാക്കുക. എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടലമാവ് ഇടുന്നു. എന്തായാലും മൈദപ്പൊടിയുടെ അത്ര ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ മൈദപ്പൊടിയുടെ ഒരു പകുതി ഇട്ടിട്ടില്ല, ഒരു കാൽ ഭാഗം കടലമാവ് ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് ലൂസാവരുത് മാവ്, ഭയങ്കര കട്ടിയാവരുത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കണ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഈ മൈദ ഒഴിച്ചത് കൊണ്ട് ഇങ്ങനെ പൊടി ഇങ്ങനെ ഒട്ടി ഇങ്ങനെ കുറുകി വരും. പക്ഷെ നമ്മൾ നന്നായി ഇളക്കും തോറും അതൊക്കെ ഒട്ടലൊക്കെ ഇങ്ങനെ മാറി നല്ലൊരു മിഡിലായിട്ടുള്ള, അതായത് ഭയങ്കര ലൂസല്ല എന്നാൽ ഭയങ്കര കട്ടിയുള്ള എന്നുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഞാൻ പഴം എടുക്കാൻ കേട്ടോ. പഴം റോബസ്റ്റ് പഴം ആയതുകൊണ്ട് നമ്മളിങ്ങനെ തൊടുമ്പേക്കും ഇങ്ങനെ പൊട്ടി പോവും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ഭയങ്കര പഴുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നതാണ്. പക്ഷേ ഈ റോബസ്റ്റ് പഴം ആയതുകൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പോവായിരുന്നു. അങ്ങനെ ഞാൻ പഴം മുറിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കണേ. കാരണം എനിക്കിത് അത്ര ഉറപ്പില്ല, ഇത് എന്താവോ കറക്റ്റ് ആവുമെന്നൊന്നും അറിയില്ല. നമുക്കിവിടെ നേന്ത്രപ്പഴം ഒട്ടും കിട്ടില്ല കേട്ടോ. ഇന്ത്യൻ സ്റ്റോറിലും കിട്ടില്ല. ഇന്ത്യൻ സ്റ്റോറിൽ മൊത്തം നോർത്ത് ഇന്ത്യൻ സ്റ്റോറാണ്. അപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യൻ്റെ ഐറ്റംസ് ഒന്നും കൂടുതലില്ല, പഴമൊന്നും ഇല്ല ഇപ്പോൾ അവിടെ. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് നേരം വെക്കണം. പക്ഷെ ഞാൻ അങ്ങനെ വെച്ചൊന്നും. എന്നിട്ട് നേരെ ഞാൻ പാനിലോട്ട് ഇട്ട് ഒന്ന് രണ്ട് സൈഡൊന്നും മൊരിഞ്ഞു വന്ന് ഓക്കെ ആയി. എന്തായാലും ഈസയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവൾ കുറേ നാളായി പറയണം. പിന്നെ ഇതിൽ റോബസ്റ്റ് പഴം വെച്ചുകൊണ്ട് എന്തോ ഒരു മധുരം കുറച്ച് കൂടുതലുള്ള പോലെ തോന്നി. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.